പ്രിയ പ്രേക്ഷകർക്ക് സിൽമ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തെ പറ്റിയാണ്. എല്ലാവർക്കും സ്വാഗതം. ചലച്ചിത്ര നിർമ്മാതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത് തുടങ്ങിയ മേഖലകളിൽ പ്രശസ്തനായ ദുന്നിരാജ് ഗോവിന്ദ ഫാൽക്കെയുടെ പേരിൽ അറിയപ്പെടുന്ന പ്രശസ്തമായ ചലച്ചിത്ര അവാർഡാണ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. ഇന്ത്യൻ സിനിമയുടെ പിതാവായി പരിഗണിക്കപ്പെടുന്ന ചലച്ചിത്ര പ്രതിഭയാണ് അദ്ദേഹം. 1913 ഇറങ്ങിയ രാജാ ഹരിശ്ചന്ദ്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ. ഇന്ത്യയിലെ ആദ്യ മുഴുനീള ചലച്ചിത്രമായി ആണ് ഈ സിനിമയെ പരിഗണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സിനിമകളാണ് മോഹിനി ഭസ്മാസുർ, സത്യവാൻ സാവിത്രി, ലങ്കാദഹൻ, ശ്രീകൃഷ്ണ ജനം, കാളിയമർദൻ തുടങ്ങിയവ. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ജനിച്ച അദ്ദേഹത്തിന് നാടക അഭിനയത്തിലും മാജിക്കിലുമായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. തുടർന്ന് അദ്ദേഹം സിനിമയിലേക്ക് തിരിയുകയും ഒരുപാട് ചലച്ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമയ്ക്കായി സംഭാവന ചെയ്യുകയും ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ അദ്ദേഹമാണ് സ്ഥാപിച്ചത്. 1969 ഇന്ത്യൻ ഗവൺമെൻറ് ദാദാ സാഹിബ് ഫാൽക്കെയെ ആദരിച്ചുകൊണ്ട് തുടങ്ങിയ പുരസ്കാരമാണ് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം. ഈ പുരസ്കാരം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരമാണ്. ഭാരതീയ ചലച്ചിത്രത്തിന് നൽകപ്പെടുന്ന ആജീവനാന്ത സംഭാവനയ്ക്കാണ് ഈ അവാർഡ് സമർപ്പിക്കുന്നത്. ഇനി 1969 മുതൽ ഈ അവാർഡ് ലഭിച്ച കലാകാരന്മാർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ദേവിക റാണി, വീരേന്ദ്രനാഥ് സർക്കാർ, പൃഥ്വിരാജ് കപൂർ, പങ്കജ് മുള്ളിക്, റൂബി മയേഴ്സ്, BN റെഡ്ഡി, ധീരേന്ദ്രനാഥ് ഗാംഗുലി, കാനൻ ദേവി, നിതിൻ ബോസ്, റായ്ചന്ദ് ബോറൽ, സൊഹ്റാബ് മോദി, ഐദി ജയരാജ്, നൌഷാദ്, LV പ്രസാദ്, ദുർഗ കോട്ടെ, സത്യജിത് റേ, വി ശാന്താറാം, ബി നാഗി റെഡ്ഡി, രാജ് കപൂർ, അശോക് കുമാർ, ലതാ മങ്കേഷ്കർ, അക്നേനി നാഗേശ്വര റാവു, ബാൽജി പന്തേർക്കർ, ഭൂപൻ ഹസാരിക, മജ്രു സുൽത്താൻപുരി, ദിലീപ് കുമാർ, രാജ്കുമാർ, ശിവാജി ഗണേശൻ, കവി പ്രദീപ്, BR ചോപ്ര, ഋഷികേഷ് മുഖർജി, ആശാ ഭോസ്ലെ, യാഷ് ചോപ്ര, ദേവാനന്ദ്, മൃണാൾ സെൻ, അടൂർ ഗോപാലകൃഷ്ണൻ, ശ്യാം ബനഗൽ, തപൻ സിൻഹ, മന്ന ഡേ, VK മൂർത്തി, D രാമനായിഡു, K ബാലചന്ദർ, സൗമിത്ര ചാറ്റർജി, പ്രാൺ, ഗുൽസാർ, ശശി കപൂർ, മനോജ് കുമാർ, K വിശ്വനാഥ്, വിനോദ് ഖന്ന, അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, ആശ പരേഖ്, വഹീദ റഹ്മാൻ, മിഥുൻ ചക്രവർത്തി, മോഹൻലാൽ. സ്വർണ്ണ കമലവും ഷാളും 10 ലക്ഷം രൂപ അടങ്ങിയതുമാണ് ഈ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം. മലയാള സിനിമയെ തേടി ഇത് 2ാം തവണയാണ് അവാർഡ് എത്തുന്നത്. 2004 സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെ തേടിയാണ് ദാദാ സാഹേബ് പുരസ്കാരം മലയാള സിനിമയിൽ എത്തിയത്. തുടർന്ന് 71ാമത് പുരസ്കാരം മലയാളത്തിൻ്റെ പ്രിയ താരം മോഹൻലാലിനെ തേടിയെത്തി. 1978 തിരനോട്ടം സിനിമയിൽ തുടങ്ങിയ അഭിനയം ഇപ്പോഴും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു. ദേശീയ അവാർഡടക്കം ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയ അദ്ദേഹത്തിന് ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡും തേടിയെത്തിയിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
എല്ലാവർക്കും നന്ദി, നമസ്കാരം.